Hi, hello, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY ആണ്. ഒരുപാട് നാളായി നമ്മളൊരു DIY ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ഒരു നല്ല സമയമാണെന്ന് തോന്നി DIYs ഒക്കെ ട്രൈ ചെയ്യാനായിട്ട്. വീട്ടിലൊക്കെ എല്ലാവരും ഇരിക്കുകയല്ലേ, അപ്പോൾ DIYs ഒക്കെ ചെയ്യാൻ വളരെ നല്ലൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അത്യാവശ്യമായിട്ട് ചെയ്യണം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെയും കൂടെ കാണിക്കാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഓറഞ്ച് പൗഡർ വെച്ചിട്ടൊരു മാസ്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മാസ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല. കുറച്ച് പാലെടുക്കുക. ഞാൻ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും തണുത്ത പാൽ കിട്ടുമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരിക്കലും വേവിച്ച പാലെടുക്കരുത്, തണുത്ത പാൽ, അതായത് ചൂടാക്കിയ പാലെടുക്കരുത്, പച്ചപ്പാൽ തന്നെ എടുക്കാം. മുഖത്തിന് എപ്പോഴും അതാണ് ബെറ്ററുള്ള എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുണം തരിക. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാലിൻ്റെ അളവിന് ഈ ഒരു പേസ്റ്റ് ആവാനായിട്ട് കിട്ടുന്ന ഒരു രീതിയിലുള്ള അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഓറഞ്ച് പീൽ ഓഫ് പൗഡർ യൂസ് ചെയ്യുക. അതായത് ഓറഞ്ചിൻ്റെ തോലിൻ്റെ പൗഡർ ഇത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒരു മിക്സ്ചർ, നമുക്ക് നല്ലപോലെ ഗ്ലൈഡ് ആവുന്ന ഒരു മിക്സ്ചർ രൂപത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതായത് ഒരു ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കാരണം ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ്. നമ്മളൊരു മാസ്ക് വരുന്നത് ഇതേപോലെയാണ് ഇത് ഉണ്ടാവുക. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിട്ടിട്ടൊക്കെ ഉണ്ടാവുക. ഒന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം, ഒരു സ്ക്രബ് പോലെ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഒരു തവണ പരീക്ഷിച്ചതാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. പിന്നെ നമ്മുടെ സ്വർണ്ണ ക്രീം ഡോക്ടർ നദിയ മാം കൂടെ ഇങ്ങനൊരു ക്രീം പറഞ്ഞു തന്നു, ഇങ്ങനൊരു പാക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ശരിക്കും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മുഴുവനൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനലി ഉള്ള കാര്യം. ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ശരീരത്തിൽ വേണ്ട, മുഖത്ത് നമുക്ക് ഡെയിലി രാത്രി യൂസ് ചെയ്യാം. കാരണം ഇത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടും, ഭയങ്കര ഒരു ഗ്ലോയിങ് കിട്ടും. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സൂപ്പറാണ്. എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, ഞാൻ മടിച്ചിരിക്കും. പിന്നെ ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെയ്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇന്നാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം, അതല്ലാതെ എനിക്ക് ഡെയിലി ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് വെക്കാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരു 15 മിനിറ്റ് എന്തായാലും നമ്മൾ ഇത് മുഖത്ത് തന്നെ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ശരിക്കും അത് നമുക്കൊരു റിസൾട്ട് കിട്ടുക. കാരണം ആ ഒരു 2 മിക്സറും കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു 15 മിനിറ്റ് മസ്റ്റാണ്, നമുക്ക് എന്തായാലും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഉണങ്ങണ്ട, കുറച്ചൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ അതെനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ബാത്റൂമിൽ നിന്നാണ് ചെയ്യാം. കുറച്ചൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളം എടുക്കുക, അല്ലെങ്കിൽ പാലാണെങ്കിൽ അത്രയും നല്ലത്. അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ട് കളയുക. ഓക്കെ, ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കളയാതെ സ്ക്രബ് ചെയ്തുകൊണ്ട് കളയുക. സ്ക്രബ് ചെയ്തുകൊണ്ട് കളയുമ്പോഴത്തേക്കും ആ അഴുക്കുകളും എല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ കുറേ കൂടെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴത്തെ ഞാൻ കഴുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എൻ്റെ മുഖത്തുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഗുണമാണ് എല്ലാവർക്കും. അതെ, കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കായിരിക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ആവുക. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ കണ്ടന്റ് മുഖത്ത് തോന്നും. എല്ലാവർക്കും ഉണ്ടാവില്ല, കുറച്ച് പേർക്കെങ്കിലും. ട്രസ്റ്റ് മീ, ഒരു അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.